എന്താണ് സത്യം എന്താണ് കള്ളമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഇന്നലത്തെ ലൈവിൽ ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഗബ്രി ജാസ്മിൻ കോൺവെർസേഷൻ്റെ അകത്ത് ഇടയ്ക്ക് അവർ പറയുന്നു അവർ കമ്മിറ്റഡ് ആണ്. അതുപോലെ തന്നെ വിവാഹം ഉറപ്പിച്ചു ഒരു പേരൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നു എനിക്ക് കല്യാണം നോക്കുന്നേ ഉള്ളൂ, അതുപോലെ തന്നെ എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് ജാസ്മിൻ നമ്മുടെ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവർ കാണിക്കുന്നതിനകത്തൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഇവരെന്താണോ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പല സീസണുകളിലും പല കണ്ടസ്റ്റൻസിനും സംഭവിച്ചത് തന്നെയാണ് ഇവർക്കും സംഭവിക്കുക. എന്താണ് യാഥാർത്ഥ്യം എന്നാണ് ഓഡിയൻസ് എപ്പോഴും നോക്കുന്നത്. ഒരാളെ വിലയിരുത്തുന്നത് അവരുടെ ഗെയിമിനെയാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വളരെ വസ്തുതാപരമായിട്ടായിരിക്കണം. അല്ലാതെ ഒന്ന് പറയുന്നു തമാശ അടിച്ച് മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ കൺഫ്യൂസ് ആവുകയും ഇവരുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവരുടെ ഗെയിമിനെ അനലൈസ് ചെയ്യുന്നതിൽ അവർക്ക് ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവർക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുക. അതുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ആലോചിച്ച് പറയുക, പറയുന്നത് വ്യക്തവും സ്പഷ്ടവും വളരെ ക്ലിയർ ആയിട്ട് പറയുക. ഓഡിയൻസിന് മനസ്സിലാവണം. ഇത് ഒരിക്കൽ പറയും ഞങ്ങൾ കമ്മിറ്റഡ് ആണ്, പിന്നെ പറയും ഞങ്ങൾ കമ്മിറ്റഡ് അല്ല, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡ് അല്ല, കല്യാണം നോക്കുന്നതേ ഉള്ളൂ, കല്യാണം ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അവർ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഉറപ്പിച്ചോ ഉറപ്പിച്ചില്ലേ എന്നൊക്കെ ഉള്ളത് അവരുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. പക്ഷേ ഈ റിയാലിറ്റി ഷോയിൽ അവർ നിൽക്കുമ്പോൾ അവർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ആൾക്കാർ വിലയിരുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.